ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേരുടെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള പാനിപൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയിട്ട് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ പല സ്ഥലത്ത് പല രീതിക്കാണ് ഈ പാനിപൂരി ഉണ്ടാക്കൽ. നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള പാനിപൂരിയൊക്കെ അടിപൊളിയാണ്, കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോണത് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ പാനിപൂരി ഉണ്ടാക്കാമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പാനിപൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ആ ഗ്രീൻ കളറിലുള്ള പാനിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുണ്ട്. ആദ്യം ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചും പിന്നെ ഒരു 2-3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും സെയിം അളവിലെടുക്കണം കേട്ടോ. ഏകദേശം 1 കപ്പോളം എടുക്കുക രണ്ടും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അത്ര ഒഴിച്ചാൽ മതി. ബാക്കി ഇനി നമുക്ക് ഈ പാനി റെഡി ആയിട്ട് ഒഴിക്കാം. പിന്നെ അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിൽ കൂടെ നല്ല പോലെ അരിച്ചിട്ട് വേണം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ അരിച്ചിട്ടില്ലെങ്കിൽ ആ ഇഞ്ചിൻ്റെയും പിന്നെ ഇലകളുടെയൊക്കെ അടിയാതെ കിടക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ നമ്മൾ പാനിപൂരി കഴിക്കുന്ന സമയത്ത് ഇടയിലായിട്ട് ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നും. നമുക്ക് ആ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മുളക് നല്ല എരുണ്ടേനി. 2 മുളകേ ചേർത്തിട്ടുള്ളൂ, പക്ഷെ അത് നല്ല എരിവുള്ള മുളകേനി. അതുകൊണ്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാട്ട് മസാലയും പിന്നെ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ പാനീൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ശരിക്കും നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ. ബ്ലാക്ക് സോൾട്ട് ചേർത്താലാണ് ഇതുപോലെ ഈ സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഈ പാനിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാനി റെഡിയായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. പാനി നല്ല തണുപ്പുണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുക. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ഉള്ളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസാക്കിയിട്ട് എന്താ പറയുക, കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും ഉപ്പും ചാട്ട് മസാലയും. ചാട്ട് മസാല ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു ചെറിയ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാൻ പണിയായപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറുള്ള കടല ഉണ്ടല്ലോ, സാധാരണ കറി വെക്കുന്ന കടല, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വെള്ളക്കടല ഒക്കെ ഫില്ലിങ്ങിനായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പൂരിയാണ് റെഡിയാക്കാൻ പോണത്. പൂരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്താണ്. സാധാരണ റവയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്താൽ മതി. മൊത്തത്തിൽ ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നല്ലപോലെ അത് കുഴയ്ക്കാൻ പറ്റില്ല. നമുക്ക് റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് പണി ഉണ്ടാവും ഇത് കുഴച്ചെടുക്കാൻ. അപ്പം ഒരിത്തിരി സമയം വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലോ ആട്ടാനീഡറിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഈ ഡോണറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ മണിക്കൂറുകളോളം ഒന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ഒക്കെ വെച്ചാൽ തന്നെ മതി. നമ്മളിത് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പം ഇത്തിരി ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം, ഭയങ്കര ഹാർഡായിട്ട് പോകരുത്. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. വലുതാക്കിയിട്ട് ഒറ്റ ബോളാക്കി പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പരത്താൻ കുറച്ച് സുഖമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കൂലേ, അതുപോലെ പൊടി തട്ടിയിട്ട് പരത്തിയെടുക്കുക. കുറച്ചൊരു കട്ടി വേണം കേട്ടോ, അങ്ങനെ ഭയങ്കരമായിട്ട് തിന്നാക്കരുത്.
റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ പരത്തുന്ന അത്രയും തിന്നാക്കിയിട്ടൊന്നും ഇത് പരത്താൻ കഴിയൂല. അപ്പോൾ ഒരിത്തിരി കട്ടിയിലായിട്ട് ഇത് പരത്തിയെടുക്കുക. കാരണം പൂരി ഇങ്ങനെ പഫായിട്ട് വരണ്ടേ, അപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടെങ്കിൽ ഇത് സംഭവം റെഡി ആവുള്ളൂ, നല്ലപോലെ നിൽക്കുള്ളൂ. അപ്പം ഇത്തിരി കട്ടി മതി കേട്ടോ, ഓവർ കട്ടിയാക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ഇത് നല്ലപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളടുത്ത് ഈ കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ പിന്നെന്താ പറയുക ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പും പിന്നെ മെഷറിംഗ് കപ്പും ഒക്കെ എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിത് കട്ട് ചെയ്യാൻ എടുക്കുന്ന സാധനം അധികം അങ്ങോട്ട് വലിപ്പം ഉണ്ടാവാൻ പാടില്ലേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ വലിയ മൂടിയൊന്നും എടുക്കാതെക്കുക, കുറച്ചൊരു ചെറിയ മൂടി എടുക്കുക. കാരണം ഇത് ഇത്തിരിയും കൂടെ പരന്ന് വരും. നമ്മളിത് ഓയിൽക്ക് ഇടുന്നതിൻ്റെ മുന്നായിട്ട് കൈ വെച്ചിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് തിന്നാക്കി കൊടുക്കും. നടുഭാഗം ഇത്തിരി കട്ടിയിലും സൈഡ് കുറച്ചൊന്ന് തിന്നാക്കിയിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തുക ചെയ്യുക. അപ്പോൾ ഒരു ഇത്തിരിയും കൂടെ ഇത് വലിപ്പം കൂടി വരും. നമ്മൾ ഇപ്പോഴേ ഇത് വലിപ്പത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂരി വലുതായിട്ട് പോകും. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാളും വലിയ പൂരിയായിട്ടാവും കിട്ടുക. നമുക്ക് ഒറ്റ ബൈറ്റിൽ വായൊക്കെ ഇടേണ്ടതല്ലേ. അപ്പം അങ്ങനെ വലുപ്പം കൂടുമ്പം പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ഒരു ചെറിയ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ പൂരിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. ഇത്ര കട്ടിയുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞി സൈസിലുള്ള പൂരിയാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് കൈ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പരത്തി കൊടുക്കും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും ഇത്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടാവണേ, എന്നിട്ട് വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ പൊരിച്ചെടുക്കുമ്പം പെട്ടെന്ന് തന്നെ ഇത് പഫായിട്ട് വരും. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ ഒരു ചീനച്ചട്ടിയോ അങ്ങനത്തെ ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓയിൽ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്ക് ഒരു പൂരി കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ സൈഡ് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട പാടെ തന്നെ അത് മേലേക്ക് ഇങ്ങനെ പൊന്തി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അതിനെ പ്രസ് ചെയ്തിട്ട് താഴേക്കാക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് വീർത്ത് വരാനായിട്ട് തുടങ്ങുക. അറ്റ് എ ടൈം നമുക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറും. നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഹൈൻ്റെ ഇത്തിരി താഴത്തേക്കാക്കിയിട്ട് വെച്ചാൽ മതി. വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. അപ്പം പെട്ടെന്ന് തന്നെ കളറ് മാറുകയും ചെയ്യും. അപ്പോൾ വേഗം ഇത് കോരി മാറ്റണം. അതുകൊണ്ട് ഒന്ന് ഇട്ടായി കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊരിക്കുക എന്ന് പറയുന്നത് കഴിയൂല. പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഈ പൂരിൻ്റെ സൈഡ് എങ്ങനെ പ്രസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ദാ ഇതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് വിരലും ഉണ്ട്, നമ്മുടെ തള്ളവിരലും പിന്നെ ചൂണ്ടുവിരലും വെച്ചിട്ട് സൈഡ് മാത്രം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നതിൻ്റെ മുന്നേ ആ ഒരു ഉണ്ട നമ്മൾ പ്രസ് ചെയ്യൂലേ, അതുപോലെ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ നമ്മുടെ പൂരി മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു 30-40 പൂരി വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 35 പൂരി വരെ എന്തായാലും കിട്ടും ഈ ഒരു സൈസാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കുത്തി പൊട്ടിക്കുമ്പോൾ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിലുള്ള ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചട്നി ഉണ്ടല്ലോ, അതുണ്ടാക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഇംലിൻ്റെ റെസിപ്പി കാണിച്ചിനി. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഞാനിതിൽ സ്വീറ്റ് ചട്നി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
ഞാൻ ആ റെസിപ്പി ഇതിലും പറയുന്നുണ്ട്. ആദ്യം 200 ഗ്രാം പുളിയാണ് കേട്ടോ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്താണ്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് മൂന്നുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇത്തിരി ഒരു എരിവിന് വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ തന്നെ മതിയാവും. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പുളി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൽ നിന്നുള്ള സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണം. പുളി വേവിക്കുന്ന സമയത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വെന്ത് നല്ല തിക്കായിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പുളിൻ്റെ അത് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇതിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമുക്ക് ആ പുളിൻ്റെ നീര് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് ആ നീര് മാത്രം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ശർക്കരയാണ് ഇട്ട് കൊടുക്കണേ. ഒരു 3 ആണി ശർക്കര ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാനായിട്ട് പോവാണ്. ശർക്കരക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ശർക്കരയാണ് അടിപൊളിയായിട്ടുണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോഴും നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് വീണ്ടും ശർക്കര ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ആണി ശർക്കരയും കൂടെ പിന്നെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 ശർക്കരയാണ് ഞാനിതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ പാനിപൂരി അവർ പല സ്ഥലത്തും പല രീതിയിലാണ് സെർവ് ചെയ്യുക. ചിലയിടത്തൊക്കെ ഈ ബൂന്തി കാണലുണ്ട്. അപ്പോൾ ഞാൻ ആ ബൂന്തിയും കൂടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ കടലമാവ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പേസ്റ്റ് പോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നല്ലോണം മിക്സാക്കി എടുക്കണം. ഇത്തിരിയായിട്ട് വെള്ളം ചേർത്ത് ഇത് മിക്സാക്കി എടുക്കുക. ഇത്തിരി ലൂസായിട്ടും ഇത്തിരി തിക്കായിട്ടും ആ ഒരു ഇടയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത്. ഇനി കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓട്ടയുള്ള അപ്പക്കൂരി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് സ്പൂണ് വെച്ചിട്ടൊന്നിങ്ങനെ ആ മാവൊന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ചെറിയ ഡ്രോപ്പ് ആയിട്ട് അത് വെക്കും. കുറേ ബാറ്റർ ഒരുമിച്ച് ഒഴിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ചായിട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 സ്പൂണ് ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. പലയിടത്തും പല രീതിയിലാണ് ഈ പാനിപൂരി സെർവ് ചെയ്യണത്. ഞാൻ കുറേ സ്ഥലത്തു നിന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ ടൂറൊക്കെ പോയ സമയത്ത് പഞ്ചാബിൽ നിന്നും അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിച്ച് നോക്കിയാണ്. പിന്നെ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അടുത്തുള്ള ആ പാനിപൂരി അടിപൊളിയാണ്. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ പാനിപൂരിയാണ്. അതിലിങ്ങനെ ഒരു തരം കറിയൊക്കെ അവർ ഒഴിച്ച് തരും. പിന്നെ സേവ് പൂരി ഉണ്ട് അവിടെ. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഈ പഞ്ചാബിൽ നിന്ന് കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ചട്നിയും പിന്നെ ഈ നമ്മുടെ ആ മധുരമുള്ള ചട്നി ഉണ്ടല്ലോ, അത് ഒരു എന്താ പറയുക വെള്ളം പോലെ പാനി പോലെ തന്നെയാണ് അത് ഉണ്ടായിരുന്നത്. ഗ്രീനും പാനി പോലെ രണ്ടും ഒരു പാനി ആക്കിയിട്ടാണ് അവർ തന്നിട്ടുണ്ടായത്. എന്നിട്ട് അതിൽ കടലയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇവിടെ കോഴിക്കോട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചട്നി അവരതിൽ ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് കറി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഈ ഉള്ളി മല്ലിയില അതെല്ലാം ഉണ്ടാവും. അതിലിങ്ങനെ പച്ച
നമ്മുടെ പാനി ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് തരികയാണ് ചെയ്യൽ. അപ്പോൾ പല രീതിക്കാണ് ഈ പാനിപ്പൂരി സെർവ് ചെയ്യൽ. ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ള പാനിപ്പൂരി ഞാൻ ഈ കാണിക്കുന്നതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. അപ്പോൾ എന്താ ഇങ്ങനെയല്ല പാനിപ്പൂരി ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതും നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മാറ്റങ്ങൾ വരും. അപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ള രീതിയും പിന്നെ എന്താ പറയുക നല്ല രസമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ബൂന്തി മുഴുവൻ ഇപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപ്പൂരി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. എല്ലാ പരിപാടിയും കഴിഞ്ഞാണ് നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ബൂന്തി നമ്മൾ പൊരിച്ചെടുത്തിട്ട് നേരെ ഒരു സ്ട്രെയിനറിലേക്ക് ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ നന്നാവുക. കാരണം ഒരുപാട് ഓയിൽ ഉണ്ടാവും അതിൽ. അതുകൊണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ആക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അതിലെ ഓയിലൊക്കെ ഒന്ന് പോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ബൗളിലായിട്ട് നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ആ ഗ്രീൻ വാട്ടർ ഉണ്ടല്ലോ പാനി, അത് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പാനീൻ്റെ മേലായിട്ട് നമുക്ക് കുറച്ച് ബൂന്തി ഇട്ട് കൊടുക്കാം. നേരത്തെ ആക്കിയിട്ടുള്ള ആ കടലമാവിൻ്റെ സംഭവം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പൂരികൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മേൽഭാഗം കൈവച്ച് കുത്തി പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിത് പൊരിച്ചെടുത്തിട്ട് കുറച്ച് സമയമായി, എന്നിട്ടും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല കൂടുതൽ ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ മേൽഭാഗം പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആക്കിയിട്ടുള്ള പൊട്ടാറ്റോ ഫില്ലിംഗ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ നടുവിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ആ പൂരീസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ പൊട്ടാറ്റോ ഫില്ലിംഗ് കുറച്ചായിട്ട് വെക്കുക. ഈ ഫില്ലിംഗ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, അടിപൊളിയാണ്. ഇനി നമ്മളാക്കിയിട്ടുള്ള സ്വീറ്റ് ചട്നി ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ഒഴിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ച പാനീൻ്റെ കൂടെ നമുക്ക് ഈ സ്വീറ്റ് ചട്നിയും കൂടെ മിക്സ് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. അതും ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടത ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ആക്കിയെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചട്നി കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതും ഈ പച്ചപ്പാനി പോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ബൂന്തിയും കൂടെ ഈ ഓരോന്നിൻ്റെ മേലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടിട്ട് തന്നെ വയൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടേനു. അത്രയും രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ദിവസം അതിന് പാനിപ്പൂരി കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല സ്ട്രിക്റ്റ് ഡയറ്റിലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ മറന്നുപോയി. അങ്ങനെ ഫസ്റ്റത്തത് ഞാൻ തന്നെ കഴിക്കാനായിട്ട് പോവാണ്. കുറച്ച് പാനിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പാനിയാക്കി കുറേ സമയം വെച്ചിട്ടുണ്ടേനു. എന്നിട്ടും പാനി ലീക്കാവേ അതുപോലെ പൂരി അങ്ങനെ ഓവറായിട്ട് സോക്കായി പോവേ ഒന്നും ആയിട്ടില്ല. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം പാനിപ്പൂരി കഴിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ആവില്ല, ഞാൻ ഗ്യാരണ്ടി തരാണ്. ഒരിക്കലും വെറുതാവില്ല. നിങ്ങൾക്ക് അത്രയും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക, ഫോട്ടോസൊക്കെ അയച്ചു തരിക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്